സോ ദിസ് ഈസ് സൂപ്പർ 30. ഇന്ന് നമ്മൾ ഗ്രാവിറ്റേഷൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം, അല്ലെങ്കിൽ അറിയണം, നിങ്ങളുടെ എക്സാമിന് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള ചാപ്റ്റർ ഗ്രാവിറ്റേഷനാണ്. സോ വി ഷാൽ ഗോ ഫോർ ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. 2 objects of equal masses placed at certain distance from each other attracts each other with a force of F. അപ്പോൾ 2 ഈക്വൽ മാസുകൾ, അതായത് ഒരു മാസ് എം ആണെങ്കിൽ മറ്റേ മാസ് എന്താണ്, എം ആണ്. പ്ലേസ്ഡ് അറ്റ് certain distance from each other, ഏതോ ഒരു ഡിസ്റ്റൻസ് അകലെ വെച്ചിരിക്കുന്നു. നമുക്ക് ആ ഡിസ്റ്റൻസ് R ആയിട്ട് എടുക്കാം. അപ്പോൾ അവർക്കിടയിലുള്ള ഫോഴ്സ് F ആണ്. ശരി, ഈ ഫോഴ്സ് F ആണ്. ശരി, അത് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റുക? G into M1 M2 by R square. So M into M, M square divided by R square ആണ് ഈ ഫോഴ്സ്. ശരി, ബാക്കി വായിക്കാം. If 1/3 of one object is transferred to the other object, നമ്മളിനി എന്താ ചെയ്യണത്? ഓരോ ഒബ്ജക്റ്റിൻ്റെ 1/3 മറ്റേ ഒബ്ജക്റ്റിന് കൊടുത്തു. അതായത് ഈ ഒബ്ജക്റ്റിൻ്റെ 1/3 എന്ന് പറഞ്ഞാൽ എത്രയാ? അത് M/3 ആയിരിക്കും അല്ലേ? അപ്പോൾ ഈ ഒബ്ജക്റ്റിൽ നിന്ന് എന്ത് ചെയ്തു? M/3 എടുത്തു. അപ്പോൾ ഇതിൻ്റെ മാസ് എത്രയായിരിക്കും? M minus M/3. എന്നിട്ട് M/3 എന്ത് ചെയ്തു? മറ്റേ ആൾക്ക് കൊടുത്തു. അപ്പോൾ ഇതിൻ്റെ മാസം എത്രയായിരിക്കും? M plus M/3. മനസ്സിലായോ? ഒരാളുടെ 1/3 മറ്റേ ആൾക്ക് കൊടുത്തു. അപ്പോൾ ഒരാളുടെ നിന്ന് പോയി മറ്റേ ആൾക്ക് കിട്ടി. അങ്ങനെയെങ്കിൽ ദെൻ ദ ന്യൂ ഫോഴ്സ് വിൽ ബി. ഇപ്പോൾ ഇവർക്കിടയിലുള്ള ഫോഴ്സ് എത്രയായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഡിസ്റ്റൻസ് ഒന്നും മാറ്റിയിട്ടില്ല, ഡിസ്റ്റൻസ് ഒക്കെ 6 തന്നെ. ഇപ്പോൾ ഇയാളുടെ മാസം എത്രയായിരിക്കും? ഇയാളുടെ മാസം എത്രയായിരിക്കും? M minus M/3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2M/3. ഇയാളുടെ മാസ് 2M/3 ആയിരിക്കും. ഇയാളുടെ മാസം എത്രയായിരിക്കും? ഇതൊന്ന് നോക്കി കഴിഞ്ഞാൽ 4M/3. പുതിയ ഫോഴ്സ് F ഡാഷ് എന്തായിരിക്കും? ഇതേ ഫോർമുല അപ്ലൈ ചെയ്യുക. G ഇൻറ്റു M1 M2 by R square അല്ലേ? സോ G ഇൻറ്റു ഈ രണ്ട് മാസുകൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 ഇൻറ്റു 4 8, M ഇൻറ്റു M M സ്ക്വയർ ഡിവൈഡഡ് ബൈ 3 ഇൻറ്റു 3 9, പിന്നെന്തുണ്ടാവും? ഒരു R സ്ക്വയർ ഉണ്ട് അല്ലേ? ഈ G ഇൻറ്റു M സ്ക്വയർ ബൈ R സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ് സാധനം? അത് നമ്മുടെ പഴയ ഫോഴ്സാണ് അല്ലേ? സോ പഴയ ഫോഴ്സിനെ നമ്മൾ 8/9 കൊണ്ട് ഇൻറ്റു ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? പുതിയ ഫോഴ്സ് കിട്ടും. സോ പുതിയ ഫോഴ്സ് എന്ന് പറയുന്നത് 8/9 ടൈംസ് പഴയ ഫോഴ്സ് ആയിരിക്കും. സോ ഓപ്ഷൻ സി വിൽ ബി ദ റൈറ്റ് ആൻസർ. ആൻഡ് നൗ വി ഷാൽ ഗോ ഫോർ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ, പലതവണ റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ ഇതിൻ്റെ കോൺസെപ്റ്റ് വെരി ഇമ്പോർട്ടൻറ്റ്, വളരെ അധികം ശ്രദ്ധിക്കണം കേട്ടോ. ഇതൊരു 2020 ക്വസ്റ്റ്യൻ ആയിരിക്കണം. ശരി, ഇവിടെ ശ്രദ്ധിക്കാം. 4 identical particles of equal mass 1 kg made to move along the circumference of a circle of radius 1 meter under the action of their own mutual gravitational attraction. കുറേ കഥകൾ പറഞ്ഞിട്ടുണ്ട്, എന്താണെന്നുള്ളത് ഞാൻ ഇവിടെ പറയാം. എടാ, ഇങ്ങനൊരു സർക്കുലാർ പാത്തിലൂടെ 4 പാർട്ടികൾ, 1 2 3 4 പാർട്ടികൾ മൂവ് ചെയ്യാണ്. എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത്? സർക്കുലാർ പാത്തിലൂടെ ഇവരിങ്ങനെ കറങ്ങാണ്. കണ്ടോ? ഇവരിങ്ങനെ കറങ്ങാണ്. അപ്പോൾ ഇവർ കറങ്ങുമ്പോൾ ഇവരുടെ സ്പീഡാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, 4 ഐഡൻറ്റിക്കൽ പാർട്ടിക്കിൾസ്, എല്ലാത്തിനും മാസ് എത്രയാണ്? എല്ലാത്തിനും മാസ് 1 kg ആണ്. ഇത് കറങ്ങുന്ന ഈ സർക്കിളിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത്, റേഡിയസ് എത്രയാണ്? റേഡിയസ് എന്ന് പറയുന്നത് 1 മീറ്റർ ആണ്. ഓക്കെ, ഇവരിങ്ങനെ കറങ്ങാനായിട്ടുള്ള കാരണം എന്താ? ഇവർക്കിടയിലുള്ള മ്യൂച്വൽ അട്രാക്ഷൻ, ഗ്രാവിറ്റേഷണൽ അട്രാക്ഷൻ വഴിയാണ് അവർ കറങ്ങുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഇവർ ഈ കറങ്ങുന്ന സ്പീഡ് കണ്ടുപിടിക്കണം. കണ്ടോ? ഈ സ്പീഡ് എത്രയാണെന്നാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. ക്ലിയർ? അപ്പോൾ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന കോൺസെപ്റ്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ ഒരു പാർട്ടിക്കിളിന് ഈ സർക്കുലാർ മോഷനിൽ കൂടെ പോകണമെന്ന് വിചാരിക്കുക. ഏതൊരു വസ്തുവിനും ഒരു സർക്കുലാർ പാത്തിൽ കൂടെ പോകണമെങ്കിൽ എന്ത് വേണം? സെൻട്രിപെറ്റൽ ഫോഴ്സ് വേണം. അപ്പോൾ ഇവിടെ ഈ സെൻട്രിപെറ്റൽ ഫോഴ്സ് ആരാ കൊടുക്കുക? ഈ പാർട്ടിക്കിൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇങ്ങോട്ടേക്ക് അട്രാക്ട് ചെയ്യുന്നുണ്ട് അല്ലേ? ഈ പാർട്ടിക്കിൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇങ്ങോട്ടേക്ക് അട്രാക്ട് ചെയ്യുന്നുണ്ട്. ഇത് ഇങ്ങോട്ടേക്ക് അട്രാക്ട് ചെയ്യുന്നുണ്ട് അല്ലേ? അപ്പോൾ ഈ പാർട്ടിക്കിളിൻ്റെ മേലെ ഈ 3 പേരും ഒരു അട്രാക്ഷൻ ഫോഴ്സ് കൊടുക്കുന്നുണ്ട്. ആ അട്രാക്ഷൻ ഫോഴ്സിൻ്റെ ടോട്ടൽ എത്രയാണ്? ആ ടോട്ടൽ ഗ്രാവിറ്റേഷണൽ അട്രാക്ഷൻ ഫോഴ്സാണ് ഇവിടെ സെൻട്രിപെറ്റൽ ഫോഴ്സായിട്ട് ആക്ട് ചെയ്യുക. എന്താ പറയണമെന്ന് നോക്കാം. സിമ്പിൾ കാര്യമാണ്. അപ്പോൾ സെൻട്രിപെറ്റൽ ഫോഴ്സിൻ്റെ ഇക്വേഷൻ എന്താ? mv²/r. m എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ടിക്കിളിൻ്റെ മാസ്, v എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പോകുന്ന സ്പീഡ്, ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഡിവൈഡഡ് ബൈ r എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സർക്കിളിൻ്റെ റേഡിയസ്. ശരി, ഇനി ഇതിവിടെ ആരെ പ്രൊവൈഡ് ചെയ്യുക? ഇതിൻ്റെ മേലുള്ള ടോട്ടൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സാണ് ഇവിടെ ഈ സെൻട്രിപെറ്റൽ ഫോഴ്സായിട്ട് ആക്ട് ചെയ്യുക. ഓക്കെ, സോ നമുക്ക് ഇവിടുത്തെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കണ്ടുപിടിക്കാം. ശ്രദ്ധിക്കാം. സോ നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ
നിങ്ങൾ ഈ ക്വസ്റ്റ്യനിൽ ഒന്നാമത് ശ്രദ്ധിക്കേണ്ട കാര്യം ഈ 4 പാർട്ടിക്കിൾ സിസ്റ്റം എന്ന് പറയുമ്പോൾ നിങ്ങൾ ഈ 4 പാർട്ടിക്കിളിനെ ഈ രീതിയിൽ വേണം പ്ലേസ് ചെയ്യാൻ, ഇതേ രീതിയിൽ വേണം പ്ലേസ് ചെയ്യാൻ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനിയിപ്പോൾ ഇടയ്ക്ക് 2 പാർട്ടിക്കിൾ സിസ്റ്റം എന്ന് ക്വസ്റ്റ്യനിൽ പറയാറുണ്ട്, ഇതേ കോൺസെപ്റ്റ് ഉപയോഗിച്ചാണ് അതും ചെയ്യുക. അപ്പോൾ അത് ബൈനറി സിസ്റ്റം എന്നാണ് പറയുക 2 പാർട്ടിക്കിൾ സിസ്റ്റത്തിന്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ രീതിയിൽ വേണം പ്ലേസ് ചെയ്യാൻ. ഓക്കെ, ശരി. അപ്പോൾ ഈ 4 പാർട്ടിക്കിൾ സിസ്റ്റം എന്ന് പറയുമ്പോൾ നമ്മളൊരു സ്ക്വയറിൻ്റെ 4 കോർണറിലായിട്ട് വേണം പ്ലേസ് ചെയ്യാൻ. അപ്പോൾ ഇത് 6 ആണ് അല്ലേ, ഇത് 6 ആണ്, ഇത് 6 ആണ്, ഇത് 6 ആണ്. അപ്പോൾ ഇതെന്തായിരിക്കും? ഇത് r√2 ആയിരിക്കും അല്ലേ. ഇതെന്താടാ ഇതെന്തായിരിക്കും? ഇത് r√2. ഇത് റേഡിയസ് 6, ഇത് റേഡിയസ് 6 ആണെങ്കിൽ ഇതെന്തായിരിക്കും? r√2 π/0 ഉപയോഗിച്ച് r√2, ശരിയല്ലേ. ഇതെന്തായിരിക്കും? ഇത് r√2, ശരിയല്ലേ. ഓക്കെ, ഇനി നമുക്ക് ഈ പാർട്ടിക്കിളിന് മേലുള്ള ടോട്ടൽ ഫോഴ്സ് കണ്ടുപിടിക്കാം. ഞാൻ ഇവിടേക്ക് വരച്ചു വയ്ക്കുകയാണ് പാർട്ടിക്കിളിനെ. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരാളുണ്ട്, ഇവിടെ ഒരാളുണ്ട്, ഇവിടെ ഒരാളുണ്ട്. ഇദ്ദേഹം എന്ത് ചെയ്യും? ഇതിനെ അങ്ങോട്ടേക്ക് പിടിച്ചു വലിക്കും. എല്ലാത്തിനും മാസ് എന്താ? m ആണ്, m ആണ്, m ആണ്, m ആണ്. ഈ ഡിസ്റ്റൻസ് r√2 അല്ലേ, ശരിയാണല്ലോ ചെയ്യുന്നത്? യെസ്, വിസിബിൾ അല്ലേ ബോർഡിൽ? യെസ്. അപ്പോൾ ഇയാൾ അങ്ങോട്ടേക്ക് പിടിച്ചു വലിക്കും. എത്ര ഫോഴ്സിലാണ് സർ? ഫോഴ്സ് എന്ന് പറഞ്ഞാൽ g × m1 × m2 gm²/r/√2ൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ √2ൻ്റെ സ്ക്വയർ ചെയ്യുമ്പോൾ 2 കിട്ടി, ദെൻ r². ഇനി ഈ മാസിനെ ഇയാൾ ഇങ്ങോട്ടേക്ക് പിടിച്ചു വലിക്കും. എത്ര ഫോഴ്സിലാണ് സർ? g × m1 m2 m² ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസ് എത്ര? r√2. അതിൻ്റെ സ്ക്വയർ ചെയ്യുമ്പോൾ √2ൻ്റെ സ്ക്വയർ 2 പിന്നെ ഒരു r² ഉണ്ടല്ലേ. അപ്പോൾ ഇങ്ങോട്ടേക്കുള്ള ഫോഴ്സ് ഇതാണ്, ഇങ്ങോട്ടേക്കുള്ള ഫോഴ്സ് ഇതാണ് അല്ലേ. ഇനി ഇയാളെ, ഈ മാസിനെ ഇയാൾ ഇങ്ങോട്ടേക്ക് പിടിച്ചു വലിക്കുന്നുണ്ട് അല്ലേ. ആ ഡിസ്റ്റൻസ് എത്രയാണ്? 2r ആണ്. ഈ ഫോഴ്സ് എത്രയായിരിക്കും? g × m × m m² ഡിവൈഡഡ് ബൈ 2r². 2ൻ്റെ സ്ക്വയർ 4 ആണ്, പിന്നെ ഒരു r² ഉണ്ടല്ലേ. അപ്പോൾ ബേസിക്കലി ഈ ചാർജിൻ്റെ മേലെ ഈ 3 ഫോഴ്സുകളാണ് ആക്ട് ചെയ്യുക. ഈ 3 ഫോഴ്സുകളുടെ വെക്റ്റർ സം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കിട്ടും. ഓക്കെ, അതെങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. നമുക്ക് ആദ്യം ഈ 2 ഫോഴ്സുകളുടെ സം എത്രയാണെന്ന് നോക്കാം. ഈ 2 ഫോഴ്സുകളുടെ സം എത്രയാണെന്ന് നോക്കാം. അത് എത്രയായിരിക്കടാ? നിങ്ങൾക്ക് റിസൾട്ടൻറ്റ് കണ്ടുപിടിക്കാനായിട്ടുള്ള ഫോർമുല ഉണ്ട്. √a² അല്ലേ. ഒരു വെക്റ്റർ a, മറ്റേ വെക്റ്റർ ഇവിടെ രണ്ടും സെയിം ആണ് അല്ലേ. അപ്പോൾ a² + 2a × a cos θ അല്ലേ. ഇവിടെ നമുക്ക് ഡയറക്റ്റായിട്ട് ഈ ഫോർമുലേനെ റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ഇവിടെ ആംഗിൾ എത്രയാണ്? ഇവിടെ ആംഗിൾ എത്രയാണ്? സ്ക്വയറിൻ്റെ ആംഗിൾ 90 അല്ലേ. അപ്പോൾ 2 ഈക്വൽ വെക്റ്ററുകൾ ശ്രദ്ധിച്ച് വെക്കുക, ഇത് ഓർത്ത് വയ്ക്കുക. 2 ഈക്വൽ വെക്റ്ററുകൾ 90 ഡിഗ്രിയിൽ ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ റിസൾട്ടൻ്റ് എത്രയായിരിക്കും? a × √2 ആയിരിക്കും. പറഞ്ഞു വരുന്നത് ഈ 2 എണ്ണത്തിൻ്റെ റിസൾട്ടൻ്റ് എങ്ങനെയായിരിക്കും? a√2 ആയിരിക്കും. ഓക്കെ, അത് ഇതിൻ്റെ കൃത്യം സെൻട്രിൽ കൂടെയാണ് ആക്ട് ചെയ്യുക. ക്ലിയർ? ഇതിൻ്റെ കൃത്യം സെൻട്രിൽ കൂടെ 2 ഈക്വൽ വെക്റ്ററുകൾ 90 ഡിഗ്രിയിൽ ആക്ട് ചെയ്യാണ്. ഓക്കെ, 2 ഈക്വൽ വെക്റ്ററുകൾ ഞാനിവിടെ കാണിച്ചു തരാം. 2 ഈക്വൽ വെക്റ്ററുകൾ എയും എയും 90 ഡിഗ്രിയിൽ ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ റിസൾട്ടൻ്റ് കൃത്യം ഇതിൻ്റെ സെൻട്രിൽ കൂടെയാണ് പോവുക. വാല്യൂ a√2 ആയിരിക്കും. ഇത് ഓർത്ത് വയ്ക്കുക. ശരി, ഓക്കെ. അപ്പോൾ ഇവിടെ റിസൾട്ടൻറ്റിൻ്റെ വാല്യൂ എന്തായിരിക്കും? എയുടെ വാല്യൂ, ഈ റിസൾട്ടൻറ്റിൻ്റെ വാല്യൂ ഞാൻ ഇവിടെ എഴുതട്ടെ. ഈ ഫോഴ്സിൻ്റെ വാല്യൂ എൻ്റെ ഒരു വേറെ കളർ പേന ഉണ്ടോ? കളർ പേന, പെൻസിലാണ് കിട്ടിയത്, എന്തായാലും ആവട്ടെ. അപ്പോൾ ഇതിൻ്റെ വാല്യൂ ഞാനിങ്ങനെ എഴുതാണ്. g × m² / 2r² √2. കണ്ടോ, ഇതായിരിക്കും ഈ ഫോഴ്സിൻ്റെ. ഇത് രണ്ടും കൂടെ ചേരുമ്പോൾ ഇതായിരിക്കും ഫോഴ്സ്. ഇനി ഇവിടെ ഓൾറെഡി വേറൊരു ഫോഴ്സും കൂടി ഉണ്ടല്ലേ, അത് ഇതിൻ്റെ സെയിം ഡയറക്ഷനിലാണ്. ഇതിൻ്റെ വാല്യൂ ഇതാണ്. അപ്പോൾ ടോട്ടൽ ഫോഴ്സ് എത്രയായിരിക്കും? F ടോട്ടൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ടോട്ടൽ എത്രയായിരിക്കും? ഇത് രണ്ടും സെയിം ഡയറക്ഷനല്ലേ ഇപ്പോൾ ആക്ട് ചെയ്യുന്നത്. രണ്ടും കൂടെ വെറുതെ ആഡ് ചെയ്യുക. gm² / 4r² + gm² / 2r² അല്ലേ. ഇവിടെ യെസ് 2r², പിന്നെ ഇവിടെ ഒരു √2 കൂടി ഉണ്ടല്ലേ. സോ നമുക്ക് സോൾവ് ചെയ്തെടുക്കാം. ഇന്ന് സോൾവ് ചെയ്തെടുക്കുമ്പോൾ ഇവിടെ നമുക്ക് എമ്മിൻ്റെ വാല്യൂ 1 ആണ്, ആറിൻ്റെ വാല്യൂ 1 ആണ്, അതൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതൊക്കെ എന്തായിട്ട് മാറി? പോയി അല്ലേ. 1 1 1 1. ബാക്കി എന്താ ഉള്ളത്? ജീനെ കോമൺ ആയിട്ട് പുറത്തെടുക്കാം. g × അകത്ത് 1/4 ഉണ്ട്, പ്ലസ് √2/2 ഉണ്ട്. ഇത്രയും കാര്യങ്ങളല്ലേ ഉള്ളത്? √2/2. സോ ദിസ് ഈസ് ഈക്വൽ ടു, ശരിയല്ല എഴുതിയിരിക്കുന്നത്. സോ g × 1/4 പ്ലസ് ഇതെത്ര 1/√2 എന്ന് കിട്ടി അല്ലേ. ശരിയല്ലടാ.
യെസ്. അപ്പോൾ ഇതിൽ നിന്ന് വിസിബിൾ അല്ലേ? യെസ്. അപ്പോൾ ഇതിൽ നിന്ന് ഇതിനൊന്ന് നമുക്ക് മറച്ചും തിരിച്ചൊക്കെ LCM ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ഇത് √2 + 4/4√2 എന്ന് കിട്ടി. ഇതാണ് നമ്മുടെ ഫോഴ്സിൻ്റെ വാല്യൂ. അപ്പോൾ ഇത് ഈ കിട്ടിയ ഫോഴ്സിൻ്റെ വാല്യൂ നമുക്ക് എന്ത് ചെയ്യാം? mv²/r ഈക്വലാന്ന് ഇട്ട് കൊടുക്കാം. G × √2 + 4 / 4√2 എന്ന് ഇട്ട് കൊടുക്കാം. ഇവിടെ ആറിൻ്റെ വാല്യൂ 1 ആണ് അല്ലേ? മാസിൻ്റെ വാല്യൂ 1 ആണ്. അപ്പോൾ മാസ് 1 ആണ്, R 1 ആണ്. സോ നമുക്ക് എന്ത് കിട്ടി? v² = v²ൻ്റെ വാല്യൂ ഡയറക്റ്റ് ആയിട്ട് ഇങ്ങനെ കിട്ടി. G × √2 + 4 / 4√2 എന്ന് കിട്ടി. അപ്പോൾ v² എന്തായിരിക്കും? v² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ നിന്ന് യെസ് ഇതിൻ്റെ റൂട്ട് എടുത്താൽ മതി അല്ലേ? ഇതിൻ്റെ റൂട്ട് എടുക്കുമ്പോൾ എന്താ കിട്ടുക? ഇതിൻ്റെ റൂട്ട് എടുക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടില്ലേ? ഇതിനൊക്കെ പുറത്തെടുക്കാം. √2 പുറത്തെടുത്തത് ക്യാൻസലായി പോവും. സോ ഫൈനൽ ആൻസർ നമുക്ക് ഇങ്ങനെ കിട്ടും. G × 1 + 2√2 / 2 എന്ന് കിട്ടും. ഇങ്ങനെ ആൻസർ കിട്ടും. ഓപ്ഷൻ എ കണ്ടോ? ഇത് ഓപ്ഷൻ എയോട് സിമിലർ ആണ്. പുറത്തെടുക്കാനായിട്ടുള്ളൂ, നിങ്ങൾ ചെയ്ത് നോക്കുക. ഓക്കെ, ശരി. ഫൈനൽ ആൻസർ നമുക്ക് എന്ത് കിട്ടൂടാ? ഫൈനൽ ആൻസർ വിസിബിൾ അല്ലേ? യെസ്. ഓപ്ഷൻ എ വിൽ ബി ദ റൈറ്റ് ആൻസർ. ആൻഡ് നൗ വി ഷാൽ ഗോ ഫോർ ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഓഫ് ദിസ് സെക്ഷൻ. ശ്രദ്ധിക്കാം, ഇത് മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ശ്രദ്ധിക്കാം, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇയർ ഞാൻ എഴുതിയിട്ടില്ല, നോക്കാം. ഇവിടെ പറയുന്നത് എ സ്ട്രെയിറ്റ് റോഡ് ഓഫ് ലെങ്ത് L എക്സ്റ്റെൻസ് ഫ്രം x = a to x = L + a. അപ്പോൾ ഇതാണ് നമ്മുടെ എക്സ് ആക്സിസ്. എന്ന് വിചാരിക്കുക. ഇതിൽ x = a എവിടെ വരിക? ഈ ഭാഗത്തായിട്ടാണ് x = a വരുന്നത്. ഓക്കെ, അപ്പോൾ x = a മുതൽ ഒരു റോഡ് ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുകയാണ്. ഒരു റോഡ് 1 ഡയമെൻഷണൽ റോഡാണ് കേട്ടോ. അതായത് ഏരിയ നിങ്ങൾ നോക്കണ്ട, വരയ്ക്കുമ്പോൾ ഏരിയ കാണുന്നുണ്ട്, പക്ഷേ ഏരിയ ഇല്ല. എന്താ പറയുക, ഭയങ്കര കനം കുറഞ്ഞ റോഡാണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ x = a മുതൽ എക്സിൻ്റെ പോയിൻ്റ്, ഈ പോയിൻ്റ് x = L + a എന്ന് പറയുന്ന പോയിൻ്റ് വരെ ഈ റോഡ് ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുകയാണ്. ഓക്കെ, ക്ലിയർ? ശരി, ബാക്കി നോക്കാം. ദ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഇറ്റ് എക്സേർട്സ് ഓൺ എ പോയിൻ്റ് മാസ് m അറ്റ് x = 0. ഇനി ഇവിടെ x = 0 എന്ന് പറയുമ്പോൾ ഈ പോയിൻ്റാണ് നമ്മുടെ x = 0. ഈ x = 0 എന്ന് പറയുന്ന പോയിൻ്റിലൊരു പോയിൻ്റ് മാസ് ഉണ്ട്, ചെറിയൊരു മാസ്. അതിൻ്റെ മാസ് m ആണെങ്കിൽ ഇവർക്കിടയിലുള്ള ഫോഴ്സാണ് കണ്ടുപിടിക്കേണ്ടത്. മനസ്സിലായോ? ഇതിൻ്റെ മേൽ, ഈ m മാസിൻ്റെ മേൽ ഈ റോഡ് എത്ര ഫോഴ്സ് എക്സേർട്ട് ചെയ്തു, ഈ m മാസിൻ്റെ മേൽ ഈ റോഡ് എത്ര ഫോഴ്സ് എക്സേർട്ട് ചെയ്തു, അതാണ് കണ്ടുപിടിക്കേണ്ടത്. അതായത് ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്കിടയിലുള്ള ഗ്രാവിറ്റേഷണൽ ഫോഴ്സാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ശരി. അപ്പോൾ വേറൊരു കാര്യം കൂടെ വന്നിട്ടുണ്ട്. മാസ് പെർ യൂണിറ്റ് ലെങ്ത് ഓഫ് ദ റോഡ് ഈസ് a + bx². ഈ മാസ് പെർ യൂണിറ്റ് ലെങ്ത് എന്ന് പറഞ്ഞാൽ എന്താ? സംഭവം ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണ്? ഇതിൻ്റെ 1 സെൻറ്റിമീറ്റർ എടുത്തു, ഈ റോഡിൻ്റെ 1 സെൻറ്റിമീറ്റർ ലെങ്ത് എടുത്തു കഴിഞ്ഞാൽ അവിടുത്തെ മാസ് എത്രയായിരിക്കും? 1 സെൻറ്റിമീറ്ററിലെ മാസ് a + bx² ആണ്. മാസ് പെർ യൂണിറ്റ് ലെങ്ത് എന്ന് പറഞ്ഞാൽ 1 സെൻറ്റിമീറ്ററിലെ മാസ്. ഓക്കെ സാർ, അപ്പോൾ 2 സെൻറ്റിമീറ്ററിൽ എത്ര ഉണ്ടായിരിക്കും? ഇതിനെ 2 കൊണ്ട് ഇൻറ്റു ചെയ്യുക. മനസ്സിലായോ? ഇതാണ് കോൺസെപ്റ്റ്. ശരി, നമുക്കിത് നോക്കാം. അപ്പോൾ ബേസിക്കലി ഇവർക്കിടയിലുള്ള ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ നമുക്കറിയാം സാർ, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ F = G × m1 m2/r² ആണ് അല്ലേ? അപ്പോൾ ഇതിൻ്റെ മാസ് m ആണ്, ഇതിൻ്റെ മാസ് എന്തെങ്കിലുമായിട്ട് എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറ്റില്ല. കാരണം എന്ന് പറയുന്നത് ഈ ഇക്വേഷൻ ഈസ് വാലിഡ് ഓൺലി ഫോർ പോയിൻ്റ് മാസസ്. ഈ ഇക്വേഷൻ പോയിൻ്റ് മാസുകൾക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ഇവിടെ ഇതൊരു പോയിൻ്റ് മാസമാണ്, പക്ഷേ ഇത് പോയിൻ്റ് മാസമാണോ? അല്ല, ഇതൊരു കണ്ടിന്യൂസ് മാസമാണ്. പോയിൻ്റ് മാസമല്ല, ഇതൊരു കണ്ടിന്യൂസ് മാസമാണ്. ഇതിൻ്റെ എല്ലാ ഭാഗത്തും മാസ് ഉണ്ട്, കണ്ടോ? ഇതൊരു കണ്ടിന്യൂസ് മാസമാണ്. ദിസ് ഈസ് നോട്ട് എ പോയിൻ്റ് മാസ്. അപ്പോൾ ഈ ഇക്വേഷൻ ഉപയോഗിക്കാൻ പറ്റില്ല. ഇത് പോയിൻ്റ് മാസിന് മാത്രമുള്ള ഇക്വേഷനാണ്. ഓക്കെ സാർ, അപ്പോൾ ഇവിടെ നമ്മൾ എന്താ ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രദ്ധിച്ചിരിക്കുക. ഇൻ്റഗ്രേഷൻ്റെ വഴിയാണിത് ആൻസർ ചെയ്യുക. ശ്രദ്ധിച്ചിരിക്കുക. നമ്മൾ ഇവിടെ നിന്ന് കണ്ടോ, അതായത് x = 0 നിന്നും നമ്മൾ എന്ത് ചെയ്തു? എക്സ് ഡിസ്റ്റൻസ് അകലെ നമ്മൾ ചെറിയൊരു കഷ്ണം കൺസിഡർ ചെയ്തു, ചെറിയൊരു മാസ്. എക്സ് ഡിസ്റ്റൻസ് അകലെ ചെറിയൊരു മാസ് കൺസിഡർ ചെയ്തു. ഈ മാസിൻ്റെ ലെങ്ത് എത്ര ലെങ്ത്തിലുള്ള മാസാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും dx ലെങ്ത്തുള്ള മാസാണ്. കണ്ടോ, ഭയങ്കര ചെറിയ മാസാണ്, ചെറിയ ലെങ്ത്തിലുള്ള മാസ്. അപ്പോൾ ചെറിയ ലെങ്ത്തിലുള്ള മാസ് ആയതുകൊണ്ട് അതിൻ്റെ
അളവ് കുറവായിരിക്കും. അത് ഡി എം എന്ന് എടുത്തു. കണ്ടോ, ചെറിയ ലെങ്ത്തിലുള്ള മാസം, ചെറിയ മാസം ഡി എം. ഓക്കെ സാർ, ഇനി ഇതൊരു പോയിൻ്റ് മാസമായിട്ട് എടുക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും എടുക്കാൻ പറ്റും. ഇതൊരു പോയിൻ്റ് മാസമായിട്ട് എടുക്കാനായിട്ട് പറ്റും അല്ലേ, വളരെ ചെറിയ മാസമല്ലേ. അങ്ങനെയെങ്കിൽ ഈ ഡി എമ്മിനും എമ്മിനും ഇടയിലുള്ള ഫോഴ്സ് കണ്ടുപിടിക്കാൻ പറ്റും. അത് കണ്ടുപിടിക്കാൻ പറ്റും. അതൊരു ചെറിയ ഫോഴ്സും കൂടെ ആയിരിക്കും. ചെറിയ മാസമായതുകൊണ്ട് ഇത് ചെറിയ ഫോഴ്സ് ഡി എഫ് എന്ന് എഴുതി. ആ ഡി എഫിൻ്റെ വാല്യൂ എന്തായിരിക്കും സാർ? ജി ഇൻറ്റു M1 M2 എം ഇൻറ്റു ഡി എം ഡിവൈഡഡ് ബൈ ഇവർക്കിടയിലുള്ള ദൂരം എത്രയാടാ? എക്സിൻ്റെ സ്ക്വയർ. ഇത്രയും ക്ലിയർ ആണോ? യെസ്. ഇനിയാണ് ചെറിയൊരു പ്രശ്നം, ഇൻ്റഗ്രേഷൻ്റെ ഒരു പ്രശ്നം വരുന്നത്. ഇവിടെ ജി കോൺസ്റ്റൻറ്റ്, മാസ് കോൺസ്റ്റൻറ്റ്. ഇവിടെ എക്സ് ആണ് വേരിയബിൾ അല്ലേ, എക്സ് ആണ് വേരിയബിൾ. അപ്പോൾ നമുക്ക് ഇവിടെ എക്സ് സ്ക്വയറിന് ഇൻ്റഗ്രേറ്റ് ചെയ്യണമെങ്കിൽ കൂടെ ആര് വേണം? കൂടെ ഡി എക്സ് വേണം. പക്ഷേ ഇവിടെ എന്താണ് സാർ ഉള്ളത്? ഇവിടെ ഡി എം ആണ്. അപ്പോൾ ഇൻ്റഗ്രേഷൻ ചെയ്യാനായിട്ട് പറ്റില്ല. ഈ പ്രശ്നം ഒഴിവാക്കാൻ നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, ഈ പറഞ്ഞ ഐഡിയ അതിനു വേണ്ടിയാണ് അവർ തന്നിരിക്കുന്നത്. ശ്രദ്ധിക്കാം. 1 സെൻറ്റിമീറ്ററിൽ ഇത്രയും മാസം ഉണ്ട്, 2 സെൻറ്റിമീറ്ററിൽ ഇത്രയും മാസം ഉണ്ട്. ഞാൻ ചോദിക്കുകയാണ്, ഇവിടെ ഡി എക്സ് സെൻറ്റിമീറ്ററിൽ എത്ര മാസം ഉണ്ടെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? സാർ ഇതിനെ ഡി എക്സ് കൊണ്ട് ഇൻറ്റു ചെയ്താൽ മതി. ഡി എക്സ് ഇൻറ്റു എ പ്ലസ് ബി എക്സ് സ്ക്വയർ ചെയ്താൽ മതി. ശരിയല്ലേ? ഇനി ഈ ഡി എക്സ് സെൻറ്റിമീറ്ററിലെ മാസിനെയാണ് ഞാൻ എന്ത് വിളിച്ചത്? ഡി എം എന്ന് പറഞ്ഞത് അല്ലേ. അതായത് ഈ മാസം എന്ന് പറഞ്ഞത് എന്താണ് സാർ? ഇത് ഡി എം ആണ്. സോ എനിക്ക് എന്ത് ചെയ്യാം? ഡി എമ്മിന് പകരം ഈ വാല്യൂ ഇട്ട് കൊടുക്കാം. സോ ഞാനിവിടെ എഴുതാണ് ഡി എഫ് ഈസ് ഈക്വൽ ടു ജി ഇൻറ്റു എം ഇൻറ്റു ഡി എമ്മിന് പകരം എന്തിട്ട് കൊടുക്കുക? ഡി എമ്മിന് പകരം ഞാൻ എന്തിട്ട് കൊടുക്കുന്നത്? ഈ വാല്യൂ ഇട്ട് കൊടുക്കുക കേട്ടോ. എ പ്ലസ് ബി എക്സ് സ്ക്വയർ ഇൻറ്റു ഡി എക്സ് ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ. കണ്ടോ, ഇനി എനിക്കിനി ഇൻ്റഗ്രേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഞാൻ ആദ്യം പറഞ്ഞു ഇൻ്റഗ്രേറ്റ് ചെയ്താണ് ഇതിൻ്റെ ആൻസർ കണ്ടുപിടിക്കാമെന്ന്. അപ്പോൾ ഇനി ഇതിന് ഇൻ്റഗ്രേറ്റ് ചെയ്ത് എനിക്ക് എന്ത് കിട്ടും? ടോട്ടൽ ഫോഴ്സ് കിട്ടും. ഇനി ഇൻ്റഗ്രേറ്റ് ചെയ്ത ടോട്ടൽ ഫോഴ്സ് കിട്ടും. ഓക്കെ, അപ്പോൾ ഞാൻ എവിടെ തൊട്ട് എവിടെ വരെ ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത് ശ്രദ്ധിക്കാം. ഇവിടെ ഇതിൻ്റെ ഐഡിയ ഞാനൊന്ന് പറഞ്ഞുതരാം. ആദ്യം ഞാൻ എന്ത് ചെയ്യും? എക്സ് ഈക്വൽ ടു എ എന്ന് ഇട്ട് കൊടുക്കുമ്പോൾ എനിക്ക് എന്ത് കിട്ടും? ഈ ഒരു മാസ് കിട്ടും. കണ്ടോ ഈ മാസ്. അപ്പോൾ എക്സ് ഈക്വൽ ടു എ എന്ന് ഇട്ട് കൊടുക്കുമ്പോൾ ഈ മാസ് കിട്ടും. അപ്പോൾ ഈ മാസ് മൂലമുള്ള ഫോഴ്സ് പ്ലസ് അതിനുശേഷം ഈ മാസ് മൂലമുള്ള ഫോഴ്സ് പ്ലസ് ഈ മാസ് മൂലമുള്ള ഫോഴ്സ് പ്ലസ് ഈ മാസ് മൂലമുള്ള ഫോഴ്സ്, അങ്ങനെ എക്സ് ഈക്വൽ ടു എൽ പ്ലസ് എന്ന് ഇട്ട് കൊടുക്കുമ്പോൾ അവസാനത്തെ മാസ് മൂലമുള്ള ഫോഴ്സ് കിട്ടും. അപ്പോൾ എല്ലാ ഫോഴ്സും കൂടെ ആഡ് ചെയ്ത് എന്ത് കിട്ടി? ടോട്ടൽ ഫോഴ്സ് കിട്ടി. അപ്പോൾ ഇൻ്റഗ്രേഷൻ്റെ ലിമിറ്റ് എ മുതൽ എൽ പ്ലസ് എ വരെ എനിക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യണം. ഓക്കെ, സോ ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താ കിട്ടുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ജി എം പുറത്ത് കിട്ടും അല്ലേ. ജി എം കോൺസ്റ്റൻറ്റ് പുറത്ത്, അകത്തുന്നുണ്ട് എ മുതൽ എൽ പ്ലസ് ബി വരെ. ശ്രദ്ധിക്കുക കേട്ടോ, ഇവിടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഞാൻ സെപ്പറേറ്റ് ആയിട്ടാണ് എഴുതുന്നത്. ഇവിടെ ഒരു എ ബൈ എക്സ് സ്ക്വയർ ഉണ്ട്, അതിൻ്റെ കൂടെ ഒരു ഡി എക്സ് ഉണ്ട് അല്ലേ. പ്ലസ് ഇൻ്റഗ്രൽ എ മുതൽ എൽ പ്ലസ് ബി വരെ. ഇവിടെ നമുക്ക് ബി എക്സ് സ്ക്വയർ ബൈ അടുത്ത ടൈം ബി എക്സ് സ്ക്വയർ ബൈ എക്സ് സ്ക്വയർ ഡി എക്സ് ഉണ്ട്. ഓക്കെ, ശരിയാണല്ലോ. ഇൻ്റഗ്രേറ്റ് നമുക്ക് ആൻസറായി. സോ ജി എം ഇൻറ്റു ഇവിടെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്താണ് കിട്ടുക? എ കോൺസ്റ്റൻ്റ് ആണ്, കോൺസ്റ്റൻറ്റിനെ പുറത്തെടുത്തു. നമുക്ക് എന്ത് ചെയ്യണം? എക്സ് സ്ക്വയറിന് ഇൻ്റഗ്രേറ്റ് ചെയ്യണം അല്ലേ. എക്സ് സ്ക്വയറിന് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 1/-1/x എന്ന് കിട്ടും. ലിമിറ്റ് എ മുതൽ ഇവിടെ എൽ പ്ലസ് എക്സ്, എൽ പ്ലസ് എ അല്ലേ, എൽ പ്ലസ് എ ആണ്, എൽ പ്ലസ് എ എന്ന് കിട്ടി അല്ലേ. പ്ലസ് ഇവിടെ എക്സ് സ്ക്വയർ പോയി, ഇവിടെ ബി ഇൻറ്റു ഡി എക്സിന് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എക്സ് എന്ന് കിട്ടി. ലിമിറ്റ് എ മുതൽ എൽ പ്ലസ് എ വരെ. ശരിയല്ലേ? സോ ഇത് നമ്മൾ ചെയ്യുന്ന സമയത്ത് ദിസ് ഈസ് ജി എം ഇൻറ്റു ഇവിടെ ജി എം ഇൻറ്റു എ ഇൻറ്റു ജി എം ഇൻറ്റു എ ഇൻറ്റു ഇവിടെ ലിമിറ്റ് ഇട്ട് കൊടുക്കുന്ന സമയത്ത് ലിമിറ്റ് ഇട്ട് കൊടുക്കുമ്പോൾ എന്താണ് കിട്ടുക? ഇവിടെ ആദ്യം എക്സിൻ്റെ പ്ലേസിൽ മൈനസ് എൽ പ്ലസ് എ എന്ന് കിട്ടി. ദെൻ മൈനസ് ഓഫ് പ്ലസ് 1/a എന്ന് കിട്ടി. പ്ലസ് ബി ഇൻറ്റു ഇവിടെ എൽ പ്ലസ് എ മൈനസ് എ എന്ന് കിട്ടി. ലിമിറ്റ് ഇട്ട് കൊടുക്കുക നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു അല്ലേ. സോ നമ്മുടെ ഫൈനൽ ആൻസർ ആയിട്ട് ദിസ് ഇസ് ജി എം ഇൻറ്റു എ ഇൻറ്റു ഇവിടെ എന്താ കിട്ടുക? ഈ റീഅറേഞ്ച് ചെയ്യുമ്പോൾ ഇങ്ങനെ എഴുതിക്കൂടെ? റീഅറേഞ്ച് ചെയ്യുന്ന സമയത്ത് ഇവിടെ നമുക്ക് ഇങ്ങനെ എഴുതാമല്ലോ. 1/a എന്ന് എഴുതി മൈനസ് 1/l പ്ലസ് എ അല്ലെങ്കിൽ എ പ്ലസ് എൽ എന്ന് എഴുതി. രണ്ടും സെയിം അല്ലേ. പ്ലസ് ബി ഇൻറ്റു ഇവിടെ എ മൈനസ് എ 0 ബി ഇൻറ്റു എൽ എന്ന് കിട്ടി. ഇവിടെ ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ? ജി എം ഇങ്ങനെ എ ഇൻറ്റു എൽ ബൈ എ
1/m മൈനസ് ഇങ്ങനെ ഒരു ഓപ്ഷൻ, ഈ ഓപ്ഷൻ സിമിലർ അല്ലേ, 1/m മൈനസ് 1/a പ്ലസ് എൽ പ്ലസ് ബി എൽ. ഓപ്ഷൻ സി വിൽ ബി ദ റൈറ്റ് ആൻസർ.